ഞാൻ സൈനുദ്ദീൻ സ്വാബിരി, കൻസുൽ ആലം അക്കാദമി, താമരശ്ശേരി. വിശ്വവാസ്തുശാസ്ത്രം എന്ന വാസ്തുശാസ്ത്ര പഠനത്തിനെക്കുറിച്ചുള്ള ചില ചർച്ചകളാണ് ശ്രോതാക്കളുടെ മുമ്പിൽ അറിയിക്കുന്നത്. പ്രകൃതിയിൽ രക്ഷിതാവ് ഈ ലോകം പടക്കുകയും ഈ ലോകത്ത് ഒരു ക്രമീകരണം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ക്രമീകരിച്ച ഈ ക്രമീകരണം മാനവരാശി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് അനുയോജ്യമാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കൽ ഏതൊരു വിശ്വാസിയുടെയും അടിസ്ഥാന തത്വങ്ങളിലും സംഹിതകളിലും പെട്ടതാണ്. പ്രകൃതിയിൽ രക്ഷിതാവ് കൊണ്ടുവന്ന ക്രമീകരണം എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ, പക്ഷിമൃഗാദികൾ, ജീവജാലങ്ങൾ ഇവയൊക്കെ ഇവിടെ ജീവിക്കാനും വളരുവാനും പറ്റുന്ന രീതിയിലാണ് പ്രകൃതിയെ അവൻ സംവിധാനിച്ചിട്ടുള്ളത്. ഈ പ്രകൃതിയുടെ സംവിധാനത്തിൽ നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് 5 ഘടകങ്ങളാണ്. ഈ 5 ഘടകത്തിൽ മർമ്മപ്രധാനമായി നിൽക്കുന്ന ഒന്നാണ് വെള്ളം, ജലം. ഈ ജലം കൂടാതെ ജീവനുള്ള ഒരു ജീവിക്കും ഇവിടെ ജീവൻ്റെ കണിക പൂർത്തീകരിച്ചെടുക്കാൻ സാധ്യമല്ല. അതിലേക്ക് മനുഷ്യൻ എന്ന് പറയുമ്പോൾ വലക്കത് കറംന ബനി ആദം സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് സിഗ്നൽ തരുന്നു. ഈ സിഗ്നൽ അനുസരിച്ച് അള്ളാഹു വെള്ളം ഇവിടെ സൃഷ്ടിക്കുകയും ഭൂമിയുടെ തന്നെ പ്രപഞ്ചത്തിൻ്റെ തന്നെ 72% വെള്ളമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും ശാസ്ത്രീയപരമായി, സാങ്കേതികപരമായി, മതപരമായും എല്ലാവർക്കും അറിയാവുന്നൊരു നഗ്നമാകുന്ന സത്യമാണ്. ഈ വെള്ളത്തിൽ 72% അടങ്ങുന്ന വെള്ളത്തിലാണ് ജീവൻ്റെ തുടിപ്പിൽപ്പെട്ട നല്ലൊരു ശതമാനം ജീവികളും വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ഘടകം വെള്ളമായി മാറ്റി നിർത്തിയാൽ രണ്ടാമത്തെ ഘടകമാണ് ഭൂമി. മണ്ണ് കൊണ്ട് മനുഷ്യനെ പടച്ചു എന്ന് എല്ലാവരും അംഗീകരിക്കപ്പെടുന്നു. മണ്ണിൽ നിന്ന് മുളച്ച് പൊന്തുകയും മണ്ണിലേക്ക് തന്നെ നിക്ഷേപിക്കുകയും മണ്ണിൽ മാത്രം ലയിച്ച് ചേർന്ന് വളരുകയും തുടിക്കുകയും ചെയ്യുന്ന ഒരു മേഖല ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന്. അപ്പോൾ വെള്ളം ജീവൻ്റെ ആധാരമായ ഒന്നാണെങ്കിൽ മണ്ണ് അതുപോലെ മറ്റൊരു ആധാരമാണ് അല്ലെങ്കിൽ രൂപമാണ് എന്ന് നാം ചിന്തിക്കാൻ നിർബന്ധിതരാകുന്നു. ഈ രണ്ടിൽ ഉപരിയായി ഇവിടെ വായു എന്ന് പറയുന്ന നാമൊക്കെ ശ്വസിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഈ വായു, അത് ഇവിടെ മറ്റൊരു ഘടകമാണ്. വായുവിനെ ആധാരമാക്കിക്കൊണ്ട് മാത്രം വളരുകയും ജീവിക്കുകയും അങ്ങനെ അവസാനിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. നാലാമതായി തീയ് നമ്മുടെ ശരീരത്തിലും മറ്റുള്ള ജീവജാലങ്ങളിലും തീയിൻ്റെ പ്രവർത്തനം എന്ത് എന്ന് നാം തിരിച്ചറിയുമ്പോൾ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനത്തിൽപ്പെട്ട ഒരു ഘടകമാണ് വെള്ളമെങ്കിൽ മറ്റൊന്നാണ് മണ്ണ് എങ്കിൽ മറ്റൊന്ന് തീയിൽ നിന്നാണ് എനർജി സൃഷ്ടിക്കപ്പെടുന്നത്. വായു പറഞ്ഞു, വെള്ളം പറഞ്ഞു, മണ്ണ് പറഞ്ഞു, ഇതുപോലെ തീയും നമ്മൾ പറഞ്ഞു. ഈ 4 ഘടകങ്ങളും ഒരുമിച്ച് കൂടിയ മറ്റൊരു കൂട്ടായ്മ കൊണ്ടുവരുന്ന പശ്ചാത്തലമുണ്ട്. ആകാശമായി മേൽക്കൂരയായിട്ട് ലോകത്തിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നു. ഭൂമി നമുക്ക് നേരത്തെ അറിയാം, അള്ളാഹു പടച്ച് സംവിധാനിച്ച് തൊട്ടിൽ പോലെ പരത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഭൂമി. ഇതേപോലെ മേൽക്കൂരയായിട്ട് ആകാശവും, അതിൻ്റെ ഇടയിലായിട്ട് നാം നേരത്തെ പറഞ്ഞ വായു, വെള്ളം, മണ്ണ്, തീയ്, ഈ ക്രമങ്ങൾ മുഴുവനും കൂട്ടി വായിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളെന്നോ പഞ്ചതത്വങ്ങൾ എന്നോ
ഹംസ അനാസർ 5 അനാസർ എന്നോ 5 എലിമെൻറ്റ്സ് സിസ്റ്റം എന്നൊക്കെ നമുക്ക് വിവിധ നാമങ്ങളിലായിട്ട് വിളിക്കാൻ പറ്റും. അപ്പോൾ രക്ഷിതാവ് സംവിധാനിച്ച ക്രമീകരണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വായു, വെള്ളം, മണ്ണ്, തീ എന്നീ ഘടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന മേൽക്കൂരയായ ആകാശവും ഒരുമിച്ച് കൂട്ടി ഈ 5 ഘടകങ്ങളും ചേർന്നതാണ് നാം ഓമനപ്പേരിൽ വിളിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം. മനുഷ്യ ശരീരവും ഈ 5 ഘടകങ്ങളാൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മണ്ണിൽ നിന്നാണ് പടച്ചത് എന്ന് പറയുന്നു. ഈ പടക്കപ്പെട്ട ശരീരത്തിൽ അള്ളാഹുവിൽ നിന്ന് നിക്ഷേപിക്കപ്പെട്ട ആത്മാവ്, റൂഹ്, ജീവൻ, അതിൻ്റെ തുടിപ്പുകളുണ്ട് എന്ന് നമുക്കറിയാം. ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ആക്ടിവേഷൻ നടക്കുന്നത്, പ്രവർത്തന സജ്ജമാകുന്നത് വായുവിൽ നിന്നുള്ള ക്രമീകരണം, വെള്ളത്തിൽ നിന്നുള്ള ക്രമീകരണം, മണ്ണിൽ നിന്നുള്ള ക്രമീകരണം, തീയിൽ നിന്നുള്ള ക്രമീകരണം, അടുത്തത് സ്പേസ്, ആകാശം എന്ന് പറയും. നാം ഭക്ഷണം കഴിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു, വയറിനെ നിങ്ങൾ 3 ആക്കി ഭാഗിക്കുക. അതിൽ നിന്ന് ഒരു ഭാഗം നിങ്ങൾ ഭക്ഷണം കഴിക്കുക, മറ്റൊരു ഭാഗം നിങ്ങൾ വെള്ളം നിറക്കുക, മൂന്നാമത്തത് ഈ വെള്ളവും ഭക്ഷണവും ദഹിക്കുന്നതിന് വേണ്ടി ഒഴിച്ചിടുക. ഇതാണ് സ്പേസ്, ഒഴിഞ്ഞു കിടക്കുക. ഏത് അവയവത്തിൻ്റെ ഉള്ളിലും പ്രവർത്തനം നടക്കാൻ ആവശ്യമായ ഒരു ഒഴിവ്. നാം ഒരു കിടപ്പറ റൂം സംവിധാനിച്ചാൽ അതിന് ഇത്ര നീളം, വീതി എന്ന് വെച്ചിട്ട് ഒരു സ്പേസ്, വിശാലമായിട്ടുള്ള ഒരു ഒഴിവ് നാം ആ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നു. 2 ആൾക്ക് കിടക്കാൻ ഒരു കട്ടിലിടുന്ന സ്ഥലം മാത്രം മതി റൂം. പക്ഷെ എന്താണ്, അതും കഴിഞ്ഞിട്ട് ആ റൂമിൽ അല്പ സൗകര്യങ്ങൾ നാം കാണുന്നു, കൊണ്ടുവരുന്നു. അതെന്താണ്, അവിടെ നമുക്ക് കിട്ടൽ അനിവാര്യമായ സ്പേസ് ആണത്. ഇത് വയറിനകത്ത് വേണം, കിഡ്നിയുടെ ഉള്ളിൽ വേണം, ശ്വാസകോശത്തിൽ വേണം, നമ്മുടെ പാങ്ക്രിയാസിൽ വേണം. ഇങ്ങനെ ഓരോ അവയവങ്ങൾ എടുത്താലും അവിടെയൊക്കെ ഈ സ്പേസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 ഘടകം മനുഷ്യൻ്റെ നിലനിൽപ്പിന്, ഒരു മാനവരാശിയുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും ശരീരത്തിൽ ഈ മൂലകം, ഈ ഘടകം ആവശ്യമാണ് എന്ന് നാം സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇതോടുകൂടി അന്തരീക്ഷത്തിലെ എല്ലാ ജീവജാലങ്ങളും ഈ 5 ഘടകങ്ങളാൽ വിഭജിക്കാനും ഏകീകരണം നടത്താനും സാധിക്കുന്നു. എന്താ വിഭജിക്കുക? നാം വെള്ളം മാത്രം എടുത്ത് മാറ്റി നിർത്തിയാൽ വെള്ളത്തിൽ മാത്രം, ജലത്തിൽ മാത്രം വളരുന്ന ജീവജാലങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ തോടുകൾ, നദികൾ, സമുദ്രങ്ങൾ മുതൽ പിടിച്ച് സമുദ്രത്തിൻ്റെ തട്ടുകളിൽ, ആഴക്കടലുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആനയേക്കാൾ വലുപ്പമുള്ള മത്സ്യങ്ങളും മറ്റു ജീവികളുമായിട്ട് പലതും വെള്ളത്തിനകത്തുണ്ട് എന്ന് നാം ശാസ്ത്രീയമായും സയൻസിക്കലായിട്ടും നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ജലത്തിൻ്റെ സാന്നിധ്യമാണ്, ജലത്തിൽ നിന്ന് മാത്രം വളരുന്നവയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് വായുവിൽ വളരുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഈ ലോകത്ത് സഞ്ചരിക്കുന്ന, പാറിപ്പറക്കുന്ന പറവകൾ, പക്ഷികൾ, ആ തരത്തിൽ ഉള്ള എല്ലാം ഈ വായുവിൻ്റെ സാന്നിധ്യത്തിലൂടെ വളരുകയും ജീവിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന് മണ്ണ് മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമുള്ള നല്ലൊരു ശതമാനം ആഹാരങ്ങളും നാം നടുന്നതും കൃഷി മുളപ്പിച്ച് വളർത്തിയെടുക്കുന്നതും മണ്ണിൽ നിന്നാണ്. അപ്പോൾ മണ്ണിൽ നിന്ന് വളരുന്നതും മണ്ണിൽ നിന്ന് ജീവിക്കുന്നതും മണ്ണ് കൊണ്ട് ഉണ്ടായിത്തീരുന്നതുമായ ഒരു ഭാഗമായിട്ട് നാം വിഭജിക്കുന്നു. അടുത്തത് തീ കൊണ്ട് വളരുന്നതാണ്. ഇത് വിശാലമായി പറഞ്ഞാൽ ഉരകവർഗത്തിൽപ്പെട്ടവയും മനുഷ്യനുമായി മനുഷ്യന് അടുക്കാനും സാധിക്കാത്ത രീതിയിലുള്ള സിംഹം, കരടി പോലത്തെ വന്യമൃഗങ്ങളൊക്കെ എന്താണ്, തീ കൊണ്ടുള്ള അനാസറിൽപ്പെട്ടതാണ്. ഇതേപോലെ ആകാശം നാം പറഞ്ഞു. ഭൂമിയിൽ നടക്കുന്ന ജീവജാലങ്ങളാവട്ടെ, ജന്തുക്കളാവട്ടെ, നോക്കിയാൽ കാണുന്നതും കാണാത്തതുമായ എല്ലാ സസ്യലതാദികൾ മുഴുവനും ഇത് നിയന്ത്രിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വരുന്ന നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനുമൊക്കെ ആകാശവുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ ഈ 5 ഘടകങ്ങൾ ഒരുമിച്ച് കൂടി അതിൻ്റെ സിദ്ധാന്തങ്ങളും
തിയറികളും സയൻസുകളും തിരിച്ചറിഞ്ഞ് മനുഷ്യൻ ക്രമീകരണത്തിലേക്ക് വരുന്നതിനെയാണ് വാസ്തുശാസ്ത്രം കൊണ്ട് നാം അടിസ്ഥാനമായി ലക്ഷ്യം വെക്കുന്നത്. ഇതിൽപ്പെട്ട ഒരു ഘടകം ഒഴിഞ്ഞു പോയാൽ ഒരു വ്യക്തിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ഉദാഹരണം, വെള്ളം കിട്ടുന്നില്ല, മറ്റു 4 ഘടകങ്ങളും ഇവിടെയുണ്ട് എങ്കിൽ ആ മനുഷ്യന് അത് പൂർത്തീകരിക്കാൻ സാധ്യമല്ല. ഇതേപോലെ വായു നഷ്ടപ്പെട്ടാലും ഭൂമി നഷ്ടപ്പെട്ടാലും ഇതുപോലെ തീയ് നഷ്ടപ്പെട്ടാലും സ്പേസ് മേൽക്കൂരയില്ലെങ്കിൽ ഒക്കെ ഈ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരവുമായി മനുഷ്യ പ്രകൃതിയുമായി ജീവജാലങ്ങളുടെ പ്രകൃതിയുമായി ഈ പ്രപഞ്ചത്തിന് വലിയ പങ്കുണ്ട്. ഈ പങ്കിനെ തിരിച്ചറിയലാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ അളവുകളെ കൊണ്ട് വാസ്തുശാസ്ത്രത്തിൻ്റെ ക്രമീകരണങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ച ലോകത്ത് മനുഷ്യവാസത്തിന് വേണ്ടി നാം കെട്ടിടം നിർമ്മിക്കുമ്പോൾ, ഭവനം നിർമ്മിക്കുമ്പോൾ മനുഷ്യൻ്റെ പുരോഗതിയും മനുഷ്യൻ്റെ വളർച്ചയും മനുഷ്യൻ്റെ ഉയർച്ചയും ജീവിതത്തിൽ ലഭിക്കാൻ ഈ 5 ഘടകങ്ങളും വീടുകളിലും നമ്മുടെ താമസ സ്ഥലങ്ങളിലും അനിവാര്യമാണ് എന്ന് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വസ്തുത പുറത്തു കൊണ്ടുവരുന്നു. ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നു, പ്രപഞ്ചലോകത്ത് തന്നെ ഈ 5 ഘടകങ്ങളുടെ ക്രമീകരണം രക്ഷിതാവാകുന്ന അള്ളാഹു കൊണ്ടുവന്നതുകൊണ്ട് മനുഷ്യൻ ഇത് ഏറ്റുപിടിച്ച് ജീവിക്കുകയും ഈ മനുഷ്യൻ്റെ വിശ്രമത്തിന് വേണ്ടി, മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി, മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു വീട് സജ്ജീകരിക്കുമ്പോൾ ഈ സിദ്ധാന്തം ഒരുമിച്ച് കൂട്ടി മനസ്സിലാക്കി നല്ല രീതിയിൽ ഈ വീട് കെട്ടിടം ക്രമീകരണം കൊണ്ടുവന്നാലേ ഇവിടെ ജീവിക്കാൻ പറ്റൂ എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ സംഹിതയിലൂടെ അറിയിക്കുന്നത്.